सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान शुरू हो रहा है सोमवार 5 जनवरी से हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ശിവ നീ പറ നിനക്ക് എങ്ങനെയാ ഉള്ളത്? ഞാനും എക്സൈറ്റഡ് ആണ്. താഴെ നോക്ക്, നല്ല ഭംഗിയല്ലേ? നല്ല സുന്ദരമായ സ്ഥലം. ദേവാ, നമ്മൾ ലഡു സിംഗ് സാറിന് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. കാരണം അദ്ദേഹം കാരണമല്ലേ ഇത്രയും നല്ല സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത്. അല്ല, നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ലഡു സിംഗ് സാറിനെ കാണുന്നില്ലല്ലോ. അദ്ദേഹം സയന്റിസ്റ്റിനെ എസ്കോർട്ടായിട്ട് പോയിരിക്കുക. കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും വരും. നിങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് വളരെ ഇംപ്രസീവ് ആയിരുന്നു. ഐ വാസ് റിയലി ഇംപ്രസ്ഡ്. ഇറ്റ് വാസ് എ ഗുഡ് കോൺഫറൻസ്. യെസ്, ഇറ്റ് വാസ് എ റിയലി ഗുഡ് കോൺഫറൻസ്. താങ്ക് യു ലഡു സിംഗ് സാർ. എന്തായാലും നിങ്ങൾ എന്നെ ഈ കോൺഫറൻസ് വരയ്ക്കും വളരെ നന്നായി എസ്കോർട്ട് ചെയ്തു. കാരണം എനിക്ക് ഒരുപാട് ത്രെട്ട് ഉണ്ട്, അറിയോ? അതെ, ഞാനിവിടെ ഉള്ളപ്പോ സാറിന് ഒന്നും സംഭവിക്കില്ലെന്നേ. ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. മാത്രമല്ല, സാറ് ഈ ബ്രീഫ് കേസ് ചങ്ങലക്ക് ഇട്ടത് കൊണ്ട് സാറിന്റെ ബ്രീഫ് കേസ് ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഈ ബ്രീഫ് കേസ് ആർക്കും മോഷ്ടിക്കാനും കഴിയില്ല, അല്ലേ? അതെന്തായാലും സത്യമാണ്. പക്ഷെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ബ്രീഫ് കേസിൽ എന്താണുള്ളതെന്ന് എതിരാളികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹായം ചോദിച്ചത്. സാറിന് അറിയില്ല, സാറിന്റെ സുരക്ഷതയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാ സെക്യൂരിറ്റി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നേ. എന്റെ സെക്യൂരിറ്റി ടീം ഇവിടെ തന്നെ ഉണ്ടാവുന്നേ. ഓ, അങ്ങനെയാണോ? നിങ്ങളുടെ സെക്യൂരിറ്റി ടീം ഇവിടെയും ഉണ്ടോ? എവിടെ? ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഇവിടുന്ന് പോയിക്കോളൂ. അതിനുശേഷം ഞാൻ എന്റെ പ്രൈവറ്റ് പ്ലെയിനിൽ എന്റെ വീട്ടിലേക്ക് പോകും. നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തായി കാണിക്കുന്ന സാറിനെ വിട്ടേക്ക്. അദ്ദേഹത്തെ എങ്ങോട്ടായി കൂട്ടിക്കൊണ്ട് പോണത്? ഞാനിവിടെ ഉള്ളപ്പോ സാറിനൊന്നും സംഭവിക്കാൻ പാടില്ല. വിട്, സാറിനെ വിടാൻ. വണ്ടി നിർത്താൻ. പിടിക്കലേ, ആരെങ്കിലും പിടിക്കലേ. പോലീസ്, ഈ വണ്ടി തടയണേ. പോലീസ്, ഞാനൊരു പോലീസ് അല്ലേ? അപ്പൊ ഞാൻ തന്നെ എന്നെ സ്വയം രക്ഷിക്കണ്ടേ? രക്ഷിക്കോ. വിട്, വണ്ടി നിർത്താൻ. ശിവ, നീ എവിടെയാണ്? വേഗം അങ്ങോട്ട് വന്നേ. എനിക്കിപ്പോ പോയേ പറ്റൂ. ലഡു സിംഗ് സാർ അപകടത്തിലാണ്. ശിവ, അല്ല, ഈ കുട്ടി ഇതെന്താ ചെയ്യുന്നേ? ഓ, എന്ത് രസമാ, എന്തൊരു സ്റ്റണ്ട് അല്ലേ? അതെ, ആരെങ്കിലും രക്ഷിക്കണേ. സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. ആ വണ്ടി ഒന്ന് നിർത്ത്. എത്ര നേരമായി വണ്ടി നിർത്താൻ പറയുന്ന? ഒന്ന് നിൽക്കാൻ. വണ്ടി നിർത്ത. ശിവ, നീ വന്നു. എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്ക. വേഗം. എടാ കുട്ടി, മര്യാദയ്ക്ക് അവിടുന്ന് മാറി നിൽക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ എന്ത് പണിയായി കാണിച്ചത്? സയന്റിസ്റ്റ് സാറിന്റെ കൈ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സയന്റിസ്റ്റ് സാറ് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് രക്ഷിക്കട്ടെ. എവിടെ പോയി അദ്ദേഹം? ബോണറ്റിനകത്തുണ്ടോ? എവിടെ പോയി? കാറിന്റെ അകത്തുണ്ടോ? ഇവിടെയും കാണുന്നില്ല. താഴെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി നമ്മുടെ സയന്റിസ്റ്റ് സാറ്? അദ്ദേഹത്തിന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം? എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം സാറിന്റെ കൈ മുറിഞ്ഞത്. ഇല്ല ഇല്ല ഇല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് കൈയാണ്. ഇതാണ് എന്റെ ശരിക്കുമുള്ള കൈയ്യ്. ഞാൻ ആ ചങ്ങലയുടെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ഡ്യൂപ്ലിക്കേറ്റ് കൈ ഇട്ടോണ്ട് പോന്നത്. വാ 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 വാ, സാറിന്റെ ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. ഈ ഐസ് ബോൾ ആരാണ് എറിഞ്ഞത്? രക്ഷിക്കണേ! അതെ ആരെങ്കിലും രക്ഷിക്കണേ! ശിവ, എന്നെ രക്ഷിക്കേ! അല്ല ശിവ, അവിടെ നിൽക്കൂ ശിവ. ശിവ, രക്ഷപ്പെട്ടു. ശിവ എന്നെ രക്ഷിച്ചു. താങ്ക് യു ശിവ. എന്റെ കണ്ണ്. അവനിപ്പോ കണ്ണു കാണാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ ബ്രീഫ് കേസ് അവര് കൊണ്ടുപോകുന്നു. എന്റെ ബ്രീഫ് കേസ് കൊണ്ടുപോകുന്നു. വേഗം അവരെ പിടിക്ക്. വിടരുത്, അവനെ വിടരുത്. ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. സർ, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. അവർക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ പിടിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ സയന്റിസ്റ്റ് ബാഗ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടോ? വെരി വെരി ഗുഡ്. മാഡ് വണ്ടൂസിന് സന്തോഷമായി, വളരെ സന്തോഷമായി. ഈ വണ്ടൂസ് നിങ്ങൾക്ക് ഇഡ്ഡലിയും ദോശയും വാങ്ങിത്തരാം, അതും സാമ്പാറും കൂടെ. സബാഷ്, നിങ്ങൾ രണ്ടുപേരും വലിയൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഗുഡ്, വെരി ഗുഡ്. ഇനി മുതൽ ഞാൻ പണക്കാരനാകും. എടാ കേട്ടോ, ഞാൻ പറഞ്ഞത് കേട്ടോടെ. ഇനി ഞാൻ കോടീശ്വരനാ, കോടീശ്വരൻ. ഇനി നമ്മുടെ കയ്യിൽ കാശിന്റെ കളിയായിരിക്കൂടാ. എന്ത്? അങ്ങനെയാണോ ബോസേ? കിരിക്കട്ടാലേ, എന്ത് കളിയാടാ ഇത്? എന്നോട് സൂക്ഷിച്ച് സംസാരിക്കും മണ്ടോസ. ഇപ്പൊ ഞാൻ കോടീശ്വരനാ. കോടീശ്വരന്മാരാവുന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ഇതുവരെ ആയിട്ടില്ലല്ലോ മോനെ. ആ പ്ലൂനറ്റോറിയം കല്ല് തീർച്ചയായും കിട്ടണം. എടാ ഒന്ന് നോർമൽ ആകെ, പെട്ടെന്നാവട്ടെ. എനിക്ക് ഫോർമുല കിട്ടി കേട്ടോ. ഇനി ആ പ്ലൂനറ്റോറിയം കല്ല് എന്റേത് മാത്രമാണ്. ഇനി അത് എന്റേതാ. ശരി, വരൂ. എന്നാ പിന്നെ നമുക്ക് പ്ലൂനറ്റോറിയത്തിലേക്ക് പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് പ്ലൂനറ്റോറിയം കിട്ടും. പ്ലൂനറ്റോറിയം. പ്ലൂണോട്ടോറിയം എന്നത് ഒരു വെടിമരുന്നാണെന്ന് തന്നെ പറയാം. ഒരു ചെറിയ പീസ് ബ്ലാസ്റ്റ് ചെയ്താൽ പോലും ഒരു ടവർ തന്നെ താഴെ വീഴ്ത്തിയേക്കാം. ആ വെടിമരുന്ന് കല്ല് തെരഞ്ഞിട്ടാണ് മാഡ് മണ്ടൂസ അലയുന്നത്. മാഡ് മാൻഡൂസയോ? അതെ, മാഡ് മണ്ടൂസ. ഒരു സമയത്ത് എന്റെ കൂടെ ലാബിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചിന്തകൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ലാബിൽ നിന്ന് അവനെ പറഞ്ഞയച്ചു. പക്ഷെ ഇപ്പോഴും അവൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ കല്ലങ്ങാനം അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ ഈ ലോകം മുഴുവനും അങ്ങിങ്ങുമായി ബ്ലാസ്റ്റ് ചെയ്ത് എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്യും. പക്ഷേ പ്ലൂനറ്റോറിയം അവനെ എങ്ങനെ കിട്ടും?
അത് മാത്രമല്ലാതെ നിങ്ങളുടെ ബ്രീഫ് കേസിനും ഇതിനും എന്താ കണക്ഷൻ? എന്റെ ബ്രീഫ് കേസിനകത്ത് മുഴുവൻ ഫോർമുലയും ഉണ്ട്. അതുകൊണ്ട് അവന് ഒരു മിഷൻ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ ആ മിഷന്റെ സഹായത്തോടെ അവന് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. ഏത് എഡ്ജിൽ വേണമെങ്കിലും പോവാം. എനിക്ക് തോന്നുന്നു അവൻ പ്ലൂണോട്ടോറിയത്തിലേക്ക് പോകുമെന്നാ. കാരണം ഞാൻ പറഞ്ഞ പ്ലൂണോട്ടോറിയം കല്ല് അവിടെ കിട്ടൂ. പ്ലൂണോട്ടോറിയ എന്നത് 2000 കൊല്ലം മുൻപുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് വരെ ആ സ്ഥലത്തിനെ കുറിച്ച് ആർക്കും അറിയില്ല. അവിടെ ജീവിച്ചവരൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് പോലും അറിയില്ല. അതെ ശിവ, ഇന്റർനെറ്റിൽ ഇത്ര ഇൻഫർമേഷനേ ഉണ്ടാവൂ. പക്ഷെ ഒരു സത്യം അറിയോ, അവൻ എന്റെ മിഷൻ ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അതെ, എന്നാ പിന്നെ അവന്മാരെ പിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്ലെങ്കിൽ അവന്മാര് നമ്മുടെ നാട്ടില് പലയിടത്തും ആക്രമിക്കാൻ നടക്കുന്നേ. പക്ഷെ അവന്മാരെ നമ്മൾ എങ്ങനെ പിടിക്കും? എവിടെ ഒളിഞ്ഞിരിക്കുന്നെന്ന് ആർക്കും അറിയില്ല. എന്റെ ഗ്രാമത്തിലുള്ള പണ്ടുള്ള ആൾക്കാർ പറയുമായിരുന്നു, താമരപ്പൂ വേണോന്നുണ്ടെങ്കിൽ കുളത്തിലേക്ക് പോണോന്ന്, അതുപോലെ തേനീച്ചകൾ വേണോന്നുണ്ടെങ്കിൽ തേൻകൂടിന്റെ അടുത്തേക്ക് പോണം. ഇപ്പൊ ആലോചിക്കുക, ആ മാഡ്മാൻഡോനെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. വെരി ഗുഡ് ആദി, യു ആർ ജീനിയസ്. മാഡ് മെൻഡോസ ഈ സമയത്ത് ആ പ്ലൂണോട്ടോറിയക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കും. അവിടെ പോയാലേ അവനെ പിടിക്കാൻ കഴിയൂ. സയന്റിസ്റ്റ് സർ, നിങ്ങൾക്ക് ഞങ്ങളെയും പ്ലൂണോട്ടോറിയക്ക് അയക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങളെയും അയക്കാൻ കഴിയും. പക്ഷെ അവിടെ നിങ്ങൾക്ക് എത്രയധികം ആപത്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ജീവന് ആപത്ത് സംഭവിക്കാം. ഒരു പക്ഷേ ഈ ലോകത്തിനെ അപകടകാരികളുടെ അടുത്തുനിന്ന് രക്ഷിക്കണമെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റൂ. നമ്മൾ അവിടേക്ക് പോയി അവനെ പിടിക്കണം. അവനെ കിട്ടിയത് ഇങ്ങനെ ചമ്മന്തിയാക്കണം. അതെ, എങ്ങനെ ഡിഫൻസ്? എന്തിനാ എന്നെ തല്ലിയത്? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ശിവ, വേഗം നമുക്ക് പ്ലൂണോട്ടോറിയത്തേക്ക് പോകാം. അവിടെ നടക്കുന്ന ആപത്തൊക്കെ ഇവിടെ നടക്കാൻ സാധ്യത ഉണ്ടെന്നേ. വന്നേ പോകാം. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ട് അയക്കാൻ കഴിയും. എന്റെ കയ്യിലൊരു ബാക്കപ്പ് സെറ്റപ്പ് ഉണ്ട്. വരൂ, വേഗം അത് റെഡിയാക്കാം. ആദ്യം നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം. അതെന്താന്ന് വെച്ചാലേ എല്ലാവരും ഒറ്റയടിക്ക് എങ്ങനെ കാണാതായാലോ. ക്രിക്കറ്ററാലേ, നിനക്ക് പുതിയ പുതിയ റോളുകളിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹമില്ലടേ. എന്നാ പിന്നെ ഇവിടെ വന്നിരിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തലയിൽ വെക്കണം. അതിനുശേഷം ഇതില് പ്ലൂണറ്റോറിയ എന്ന് ടൈപ്പ് ചെയ്യണം. നീ അവിടെ ചെന്നതിന് ശേഷം എന്നോട് ബ്ലൂടൂത്ത് മൈക്രോഫോൺ വഴി സംസാരിക്കണം. അവിടെ എങ്ങനെയുണ്ടെന്ന് പറയണം. അണ്ടർസ്റ്റാൻഡ്? അവിടുത്തെ സാഹചര്യങ്ങൾ എന്നെ അറിയിക്കണം. മനസ്സിലായില്ലേ ക്രിക്കറ്ററാൽ? എന്നാ പിന്നെ ജോലി തുടങ്ങിക്കോളൂ. ഈ മിഷൻ വർക്കൗട്ട് ആകാൻ തുടങ്ങി. ആ ഫോർമുല വർക്കൗട്ട് ആകാൻ തുടങ്ങി. ഹലോ, നീ എവിടെ എത്തിയോടെ? ആർ യു റീച്ച്ഡ്? അതെ ബോസേ, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ആ സ്ഥലം എങ്ങനെയുണ്ടേ? ബോസേ, ഈ സ്ഥലം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെന്ന് അറിയോ? എത്ര വർഷം കഴിഞ്ഞു? എടാ മണ്ട, അത് ഇപ്പോഴല്ലടാ ആദ്യമായിട്ട് പോകുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. മര്യാദക്ക് തിരിച്ചു വേടാ. മണ്ടൻ ഓരോ മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. ഞാനിതേ വരുന്നു ബോസേ. നിന്നോട് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാണ് ഇതിനെ കൊണ്ടുവന്നേ? കഷ്ടം. എന്തുവാടാ ഇതൊക്കെ? ഈ ആട്ടുംകുട്ടി എവിടെ നിന്നാടാ വന്നേക്കണേ? പിടിക്ക്, അതിനെ പിടിക്കടാ. ഓ, നീ മാഡ് ബണ്ടൂസിനെ ബെൻഡലാക്കും. ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാനാ? ഈ ആട്ടുംകുട്ടിയെ നീ എവിടുന്നാണ് കൊണ്ടുവന്നത്? പറയടാ. അത് പിന്നെ ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയിരുന്നില്ലേ, അവിടുന്ന് കൊണ്ടുവന്നതാ. നിന്നോട് ആരാടെ ഗ്രാമത്തിലേക്ക് പോവാൻ പറഞ്ഞേ? എന്തോന്നാടാ ഇത്? അത് നോക്കി പോയിക്കൂടെ? ഒരുപാട് വർഷമായില്ലേ ഞാൻ പോയിട്ട്. മാത്രമല്ല, നമുക്ക് പ്ലൂണോട്ടോറിയത്തിലേക്ക് പോവണ്ടേ. അതുകൊണ്ട് നിങ്ങളുടെ മെഷീൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത പോലെ ആയിരിക്കും. എന്റെ ഗ്രാമത്തിൽ ഒന്ന് പോയിട്ട് വന്ന പോലെ ആയില്ലേ? ബോസിനോടൊന്നും സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ഞാൻ സന്തോഷമായിരിക്കുന്നത് ഇവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നേ. ആട്ടുംകുട്ടിയെ പിടിക്കേ. അതിനെ വിട്ടിട്ട് മര്യാദക്ക് ഇങ്ങോട്ട് വാടാ. ഈ മിഷൻ സക്സസ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈനായി പോയിരിക്കേ. ടൈഗർ പദർ,
ഞാൻ നിങ്ങളോട് ആ റോളിലേക്കൊന്ന് മാറാനല്ല പറഞ്ഞത്. നോർമലാവ്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഞങ്ങളുടെ ശരീരം നന്നായി നോക്കണം, മനസ്സിലായോ? മാത്രമല്ല ഞങ്ങളുടെ മൈക്രോഫോണിൽ കോണ്ടാക്ടും ചെയ്യണം. ഞാൻ എപ്പോഴാണോ നിങ്ങളോട് പറയുന്നത് അപ്പോ നിങ്ങൾ ഈ റിമോട്ടിൽ ഇതാ ഈ സ്വിച്ച് അമർത്തി ഞങ്ങളെ വീണ്ടും ഇവിടേക്ക് വരുത്തണം. ഓക്കെ ബോസ്. റെഡി? വരൂ, നമുക്ക് പോയി പ്ലൂനറ്റോറിയ കല്ലന്വേഷിക്കാം. ബോസേ, അതിന് മുമ്പായിട്ട് നമുക്ക് വയറൊക്കെ ഒന്ന് നിറച്ചാലോ, എന്നിട്ട് പോവാന്നേ. അതിനൊന്നും സമയമില്ലേ, തിന്നോണ്ട് നടക്കടാ കുട്ടി. ഞങ്ങൾക്ക് നിൽക്കാനൊന്നും സമയമില്ല. ഒരു തവണയെങ്കിലും നമുക്ക് പ്ലൂനറ്റോറിയ കല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ വിലയ്ക്ക് വാങ്ങിക്കാനാവും. We will be the king of the world. നമ്മൾ ഈ ലോകം കീഴടക്കും. സത്യാണോ ബോസേ? അതാണ് ക്രിക്കറ്ററാലേ. ഈ മെൻഡോസ് എപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ, അതും ഇഡ്ഡലിയും ദോശയും തിന്നിട്ട്. എടാ ക്രിക്കറ്ററാലേ, നീ പിന്നെ തുടങ്ങിയോ? ഉള്ളതെല്ലാം വലിച്ചു കയറ്റി നിനക്ക് എന്തുവാടേ ഭ്രാന്ത് പിടിച്ചോ? എന്നോട് എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്നെ പോലെയുള്ള രാജാവിനോടൊക്കെ എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വാ. എന്താ മനസ്സിലായോ? ഓ, നിന്നെയൊക്കെ എന്താടാ ഞാൻ ചെയ്യണ്ടേ? നമ്മളിപ്പോ കാശുകാരൊന്നും അല്ലല്ലോ, ആകാൻ പോകുന്നല്ലേ ഉള്ളൂ. മര്യാദക്ക് നോർമലാവ്, അല്ലെങ്കിൽ ഈ മെന്റസെങ്ങാനും മേടായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കും. എന്നാ ശരി ബോസേ, ദേ നോർമലായി. നിങ്ങൾക്ക് ഞാൻ സന്തോഷായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ അടുത്ത് പ്ലൂനറ്റോറിയ കല്ലുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ ഇവരെയ്യുന്ന അമ്പെല്ലാം ബ്ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും രക്ഷപ്പെട്ടോ. ആദ്യം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എന്തിനാണ് എന്റെ പുറകെ വരുന്നത്? ഓരോരുത്തരായിട്ട് പോകണേ. ശിവ, നിങ്ങളുടെ എല്ലാവരുടെയും ചെവിയിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പരസ്പരം സംസാരിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സയന്റിസ്റ്റ് സർ.
ശിവ? അതെ രവ, പക്ഷേ ഇപ്പൊ നമ്മൾ അവരെവിടെയാണെന്ന് അന്വേഷിക്കണം. പക്ഷെ അവരിവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടും. അതായത് ഫുഡ് പ്രിന്റ്സ്, ടയർ പ്രിന്റ്സ്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ. അതെ, നീ മറക്കല്ലേ ഏട്ടാ. ഇല്ല യൂടി, ഞാൻ മറക്കില്ല, നീ ഓർമ്മിച്ചാ മതി. ഈ ലഡ്ഡു സിംഗിന്റെ കൺവെട്ടത്തിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എന്തിനാ എന്നെങ്ങനെ പേടിപ്പിക്കുന്നത്? വലിയ ആളെ പോലെ ആയി, എന്നിട്ടും കുട്ടികളെ പോലെ പേടിക്കുക. എന്തൊരു പേടിത്തോട് സാറേ ഇത്. അതെന്താ ഒരു ശബ്ദം? യൂടി, അത് കണ്ടില്ലേ? അവിടെ എന്തോന്ന് തിളങ്ങുന്നു. അല്ല, ഇതൊരു ചോക്ലേറ്റ് ആണല്ലോ. ചോക്ലേറ്റോ? എനിക്ക് വിശക്കുന്നു. ഷോ, ചോക്ലേറ്റിന്റെ റാപ്പറാ, പക്ഷെ ചോക്ലേറ്റ് ഇല്ല ഇതിനകത്ത്. ചോക്ലേറ്റ് റാപ്പർ ഇവിടെയോ? അത് യുഡി ഡ്രൈവ ലഡു സിംഗ് സർ. ദാ അവിടെ നോക്കൂ, ഇനിയും ഒരുപാട് ചോക്ലേറ്റ് റാപ്പേഴ്സ് ഉണ്ട്. ദാ അവിടെ നോക്കൂ, അവിടെ ഫുഡ് പ്രിന്റ്സും കാണുന്നുണ്ട്. കുറച്ച് ദൂരം കഴിഞ്ഞ് അത് കാണാതെയും പോയി. എന്നുവെച്ചാ അവരിവിടേക്ക് വന്നിട്ടുണ്ട്. യെസ്, വരൂ, അവിടെ പോയി നോക്കാം. സയന്റിസ്റ്റ് സർ, ഞങ്ങൾ മാഡ് മാൻഡോസിനെ അന്വേഷിച്ചു പോവാണ്. വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. ഇവരെന്തിനാ ഇങ്ങനെ അമ്പ ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ അവരെ നോക്കിക്കോളാം. അവരവിടെ ഉണ്ട്. അങ്ങോട്ടേക്കാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോയി അവരെ പിടിക്കുക. ഇവരെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ കുട്ടി നമ്മളെ പുറകെ തന്നെ വരുന്നുണ്ട്. എല്ലാരും തിരിഞ്ഞു നോക്ക്. സോറി ശിവ, ഇവന്മാര് ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോ. അങ്ങോട്ട് പോ. പോയി അവിടെ നിൽക്ക്. അതെ ശിവ, അവന്മാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ബാസേ, ഈ കുട്ടിയാണ് ഫൈറ്റ് ചെയ്ത് ആ സയന്റിസ്റ്റിനെ നമ്മുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്.
അങ്ങനെയാണല്ലേ കാര്യങ്ങള്. അപ്പോ അത് നീയായിരുന്നു അല്ലേ? നീയാണോടെ ആ കുട്ടി? നീയാണല്ലേ എന്റെ ആളുകളെ തല്ലിയത്? നിന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നൈസ് മീറ്റിംഗ് യു ഇഡ്ലി ദോശ മീൻ കറി. അവിടെ മാറി നിന്നോളാം. മഹാരാജ കസാക്ക വരുന്നുണ്ട്. എല്ലാവരും വേഗം തലകുനിച്ച് നിൽക്കുവിൻ. മഹാരാജാവ് കസാക്ക വരുന്നുണ്ട്. മഹാരാജ കസാക്ക വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ലോകത്തുള്ളവരല്ല. ഇവിടെ പുറത്തുള്ളവർക്ക് വരാൻ അനുവാദമില്ല. അതുകൊണ്ട് നിങ്ങളെ ഇവിടെ നിർത്താൻ എനിക്ക് സമ്മതമില്ല. വേഗം വെള്ളം ചൂടാക്കണ. വെള്ളം തിളച്ചോണ്ടിരിക്കുകയാണ് മഹാരാജാവേ. എന്തിനാ വെള്ളം തിളപ്പിക്കുന്നത്? വെള്ളം തിളച്ചില്ലെങ്കിലേ മര്യാദക്ക് വേവില്ലല്ലോ, അതുകൊണ്ടാ. ഇല്ല, ഞങ്ങളെ പിടിച്ച അടുപ്പിനകത്ത് ഇടല്ലേ പ്ലീസ്. അതെ, ഞങ്ങള് ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോളാം. അതെ, എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാൻ നോക്ക. വേണ്ട, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യരുത്. വേണ്ട 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 വേണ്ട. അതെ, ഞങ്ങളെ ചൂടുവെള്ളത്തിനകത്ത് ഇടല്ലേ. കഷ്ണമായിട്ട് ഞങ്ങളെ നുറുക്കരുത്. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം പ്ലീസ്. ആദ്യ തോല് മുഴുവൻ പറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട്. വേണ്ട വേണ്ട മഹാരാജാവേ, തോലുരിക്കൊന്നും വേണ്ട. അതിന് നീ എന്തിനാ കരയുന്നേ? സമയങ്ങളെ തൊലിയുരിക്കാൻ നോക്ക്. അതെ രാജാവേ, അങ്ങനൊന്നും പറയല്ലേ. ഞങ്ങളെ തിന്നല്ലേ. നിങ്ങളെന്താ പറയുന്നേ? ഞാനെന്തിനാ നിങ്ങളെ പിടിച്ച് തിന്നുന്നേ? ഞങ്ങള് പച്ചക്കറികൾ മാത്രമേ കഴിക്കാറുള്ളൂ. എന്ത്, നിങ്ങളെല്ലാവരും വെജിറ്റേറിയൻ ആണെന്നോ? എല്ലാം പിടിച്ചിട. എന്ത്, വീണ്ടും ഞങ്ങൾ എന്തിനാ ഇടാൻ പറയുന്ന? വേറെ ഒന്നുമില്ലെന്നേ. അവിടെ കുറെ മീൻ ഇരിക്കുന്നില്ലേ, അതിനെയാണ് ഇടാൻ പറഞ്ഞത്. സവാളയുടെ തൊലി ഉരിച്ചിട്ട് വേണ്ട ഇടാൻ. പിന്നെ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിച്ചിടണ്ടേ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് വേഗില്ലെന്നേ. അല്ല, മത്സ്യം എപ്പോഴായി വെജിറ്റേറിയൻ ആയത്? ഞങ്ങൾക്ക് അങ്ങനെയാണെന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതില്? ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നേ. എന്നാ ശരി, അടുത്തതായി നിങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നേ. മഹാരാജാവേ, ഇവരിവിടെ പൊട്ടിത്തെറിക്കുന്ന കല്ലായ പ്ലൂണറ്റോറിയം കല്ല് കൊണ്ടുപോകാൻ വന്നിരിക്ക. ഇവരത്ര നല്ല ആൾക്കാരൊന്നും അല്ല, അതുകൊണ്ടാ ഇവരെ പിടിക്കാൻ വേണ്ടി വന്നത്. ഇല്ല മഹാരാജാവേ, ഇവ നുണ പറയുവാണ്. ആ പ്ലൂണറ്റോറിയം കല്ല് കൊണ്ടുപോകാൻ വന്നത് ഇവരാണ്. ഇവരെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. എടാ കുട്ടി, വെറുതെ നുണ പറയരുത്. ഡോണ്ട് ടെൽ ലൈസ്. കുട്ടിന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. പോലെ ഇരുന്നിട്ട് അവരൊരു നാവ് കണ്ടില്ല. ആ കല്ല് മോഷ്ടിച്ചത് നിങ്ങളാണ്. അല്ല, നീയാ. അത് കക്കാനൊന്നുമല്ല ഞാൻ വന്നത്. എന്റെ സ്ഥലത്ത് വന്ന് എന്റെ മുമ്പിൽ വെച്ച് എന്നെ വഴക്കിടാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമുണ്ട്? നിങ്ങളോടാ പറഞ്ഞ മിണ്ടാതിരിക്കാൻ. യുവരാജാവ് റോമി എഴുന്നള്ളുന്നുണ്ട്. യുവരാജാവ് റോമി വന്നു കഴിഞ്ഞു. വരൂ യുവരാജാവേ. ഇവരെല്ലാരും അനുവാദമില്ലാതെ നമ്മുടെ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവരെന്താ ചെയ്യണ്ടേ? എന്താ പറഞ്ഞ? അവൻ എന്താ പറഞ്ഞ? യുവരാജാവ് പറഞ്ഞതെന്താന്ന് വെച്ചാ, ഇവന്റെ പിറന്നാളിന്റെ അന്ന് നിങ്ങളെല്ലാരും തമ്മിൽ ഒരു മത്സരം നടക്കും. അത് മീൻ പിടിക്കുന്ന മത്സരമാണ്. മത്സ്യം പിടിക്കാൻ കോമ്പറ്റീഷനോ? യുവരാജാവ് റോമി വരുന്നുണ്ട്. യുവരാജാവ് റോമി വന്നു കഴിഞ്ഞു. വരൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം കാണിച്ചു തരാം. ഇത് നല്ല സ്ഥലമാണ്. ഞങ്ങൾ വരില്ല. നീ ഇപ്പൊ എന്നോടൊപ്പം വന്നില്ലെങ്കിലേ നിന്നെ വെള്ളത്തിലേക്ക് വലിച്ചെറിയും. വേണ്ട വേണ്ട, ഞങ്ങള് വരാം. ശിവ, നീ പോ, ഞങ്ങൾ നിന്റെ പുറകെ തന്നെ വരാം. ഞങ്ങൾക്കും നിങ്ങളുടെ ഗ്രാമം ചുറ്റി കാണാനല്ലോ. വരൂ വരൂ, നമുക്ക് എല്ലാവർക്കും ചുറ്റി കാണാനേ.
ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇങ്ങനത്തെ കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വരൂ, നമുക്ക് ഇവിടുന്ന് താഴേക്ക് ചാടാം. നിന്റെ ഫ്രണ്ട് ശിവയ്ക്ക് ഇങ്ങനെ ചാടാൻ ഒരു ധൈര്യം ഉണ്ടാവില്ല. ശിവ, നീ ഭയങ്കര ധൈര്യശാലിയാ. ഓ താങ്ക്സ്, വളരെ നന്ദി. അതൊക്കെ ശരി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യാൻ പോകുന്നേ? ഞാനിപ്പോ മുകളിലേക്ക് പോകും, നിങ്ങൾ താഴേക്ക് വീഴും. കലക്കിയിട്ടുണ്ട്. നീ ധൈര്യശാലി മാത്രമല്ല, ബുദ്ധിശാലിയും കൂടിയാ. ശരിക്കും നീ ധൈര്യശാലി തന്നെയാ. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ശിവ, ഞാനും നിന്റെ സുഹൃത്തായിക്കൊള്ളട്ടെ? ഓ യെസ്, വൈ നോട്ട്. സുഹൃത്തേ, വരൂ വരൂ വരൂ, മത്സ്യം പിടിക്കാനുള്ള മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആദ്യത്തെ മത്സരാർത്ഥി ഇതാ ഈ സൈക്കിളിൽ ഇരിക്കുന്ന ശിവയാണ്. രണ്ടാമത്തെ മത്സരാർത്ഥി ആരാണെന്ന് അറിയണ്ടേ? ഈ മാഡ് മണ്ടൂസ. അവരവരുടെ മോഡേൺ സ്കൂട്ടറിലാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഈ ചെറിയ കുട്ടിയോട് ഞങ്ങളോട് മത്സരിക്കാൻ പോകുന്നേ. ഈ ഫ്ലൈയിങ് മോഡേൺ സ്കൂട്ടറിനോട് ഈ ചെറിയ കുട്ടി സൈക്കിളിൽ എന്തോന്ന് കാണിക്കാനാണ്? കഷ്ടം. ഐ എം സോറി ശിവ, ഇവർ പറയുന്നതല്ല വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. നിന്റെ സൈക്കിൾ കൊണ്ട് എന്റെ സ്കൂട്ടറിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ലടാ. ശിവ, ഇവര് പറയുന്നത് വളരെ ശരിയാണ്. കേട്ടില്ലടാ കുട്ടി, നിന്റെ ഗ്രൂപ്പിൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് ഈ ഇൻസ്പെക്ടറിന് മാത്രമാണ്. മര്യാദക്ക് ഇയാള് പറയുന്നത് കേൾക്ക്. ഈ മത്സരം തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ജയിക്കും. നിങ്ങൾ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഈ കാണുന്ന മഞ്ഞിന്റെ അടിയിലെ വെള്ളമുണ്ട്. അതിന്റെ അകത്തേക്ക് ഞങ്ങള് ഈ മീനുകളെ ഇടും. ഈ മീനുകളെല്ലാം സമുദ്രത്തിലേക്ക് നോക്കി നീന്തിപ്പോവും. പക്ഷേ നിങ്ങൾ എല്ലാവരും മഞ്ഞിന്റെ മുകളിൽ കൂടെ തന്നെ പോയിക്കൊണ്ട് താഴേക്ക് നോക്കിക്കൊണ്ട് തന്നെ തിളങ്ങുന്ന മീനുകളെ നിങ്ങളുടെ കയ്യിലുള്ള അമ്പ് കൊണ്ട് പിടിക്കേണ്ടതാണ്. ആ അമ്പ് മീനിന്റെ അടുത്തേക്ക് വന്ന ഉടനെ തന്നെ ആ അമ്പിൽ നിന്ന് ഒരു വല പുറത്തേക്ക് വരുന്നതാണ്. അത് മീനിനെ കൃത്യമായി നോക്കി പിടിച്ചോളും. ആരാണോ ആ മീനിനെ ആദ്യമായി വേട്ടയാടി പിടിക്കുന്നത് അവരാണ് ഈ മത്സരത്തിന്റെ വിജയി. ബോസേ, നമുക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ? പ്ലൂണറ്റോറിയം എടുത്തിട്ട് ഇവിടുന്ന് പോവാന്നേ. നീ ഇത് എൻജോയ് ചെയ്യേ ഗിർഗട്ടെ, എൻജോയ് ചെയ്യേ. അത് നമുക്ക് എപ്പോ വേണമെങ്കിലും പോകാലോ. പക്ഷെ ആദ്യം ആ പ്ലൂണറ്റോറിയം കല്ല് എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ അടുത്ത് അങ്ങനെയുള്ള മലയുള്ളതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവരുടെ കൂടെ അങ്ങ് എൻജോയ് ചെയ്യാതെ, എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. എന്നിട്ട് ഇഡ്ഡലിയും ദോശയും കഴിക്കാം. എല്ലാവരും തയ്യാറായിക്കോളൂ. ഈ മീനുകളോ? ഇത് എത്ര ഉണ്ടാവും? 1 2 3 4. ഇത് ശരിക്കും തിളങ്ങുന്നുണ്ടല്ലോ. 1 2 3 4. 1 2 3 4. എന്താ ഇത്? 4 എണ്ണുമ്പോഴേക്കും ഇത് തിളങ്ങുന്നുണ്ടല്ലോ. ശിവ, അത് കണ്ടോ? 4 കൗണ്ട് ചെയ്തതിനു ശേഷം അതിലൊരു മീൻ തിളങ്ങുന്നു. നീ അമ്പെയ്യുന്ന മുമ്പ് 4 വരെ കൗണ്ട് ചെയ്തിട്ട് അമ്പെയ്യണം. ഓക്കെ രേവ, ഞാൻ ഈ കാര്യം മറക്കില്ല. സ്പീഡാണല്ലോ. എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം. ഓക്കെ ബോസേ, ഓക്കെ.
വേഗം അമ്പ് വിട്. ശരി ബോസേ. അമ്പയ്യേ. എടാ ഗിർക്കട്ടറാലെ, നീ എന്തായി ചെയ്യുന്നത്? എന്റെ നേരെ വിടാനല്ല പറഞ്ഞ, ഫിഷിന്റെ നേരെ വിടറാ. ഇനി നിങ്ങളോടൊക്കെ പ്രത്യേകം പറയണോ? അമ്പയ്യ നോക്ക്, ഒന്ന് വേഗം ആവണ്ടേ. യെസ്. ആ ശിവയും നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അവനെ കടത്തി വിടരുത്. അവൻ ഇങ്ങോട്ട് വരാൻ പാടില്ല. അവൻ ഈ മത്സരത്തിൽ തോറ്റേ മതിയാവും. ഓക്കേ ബോസേ. ഞാൻ ഇപ്പൊ മത്സ്യം പിടിച്ച് കാണിച്ചു തരാം. ശിവ, ദേ അങ്ങോട്ട് നോക്കിയേ, ലഡു സിംഗ് സാറ് മോളി പറക്കുവാ. കൂട്ടുകാരെ, ഈ കോമ്പറ്റീഷനിൽ നമ്മൾ ജയിക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ മാത്രം പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങണം. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. Bye, Shiva. All the best. ഈ മാഡ്മെന്റെ സാറാണത്. ഇപ്പൊ ശിവയെ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇഡലിയും ദോശയൊക്കെ തിന്നുന്നവനാ. കൗണ്ട് ചെയ്തിട്ട് അമ്പ ചെയ്യണം. ശരി രവ, ഞാനിത് മാർക്കില്ല. 1 2 3 4. മഹാരാജാവേ, ദാ പിടിച്ചോളൂ നിങ്ങളുടെ ഫിഷ്. വളരെ നല്ല കാര്യം. നിങ്ങൾ എല്ലാവരും ഈ മത്സരം വിജയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആഘോഷം തന്നെയാണ്. ആഘോഷങ്ങൾക്ക് ഏർപ്പാട് ചെയ്യൂ. പ്ലൂററ്റോറിയം കല്ലെടുക്കാൻ വന്നതാണോ? സഹോദരന്മാരെ, ഇന്ന് എന്റെ മകൻ റൂമിയുടെ പിറന്നാളാണ്. ആ ദൈവം ഇവന് ദീർഘായുസ് നൽകട്ടെ. കേക്കൊന്നും മുറിക്കില്ലേ? കേക്കോ എന്ന് വെച്ചാൽ എന്താ? ഞങ്ങളൊക്കെ പിറന്നാളിന് ഒരു പ്രത്യേക ഡിഷ് ചെയ്യും. അതിനെയാണ് കേക്ക് എന്ന് പറയാ. എന്നാ കേക്ക് ഉണ്ടാക്കൂ. എനിക്കും കേക്ക് കഴിക്കണം. കേക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്ക് കേക്ക് വേണം. എനിക്ക് കേക്ക് വേണം. ഞാൻ പറയുന്നത് കേക്ക്, എനിക്ക് കേക്ക്. എല്ലാരും നിന്നെ നോക്കി ചിരിക്കാം, മിണ്ടാതിരിക്ക. നിങ്ങളിപ്പോൾ കേക്കിനെ കുറിച്ച് സംസാരിച്ച് ശരിയായില്ല. ഇപ്പൊ അവൻ കേക്ക് കിട്ടാതെ സമാധാനമാവുകയില്ല. അവൻ ഭയങ്കര പിടിവാദക്കാരന്. എല്ലാവരും
രക്ഷപ്പെട്ടോളൂ. വേഗം വേഗം ഓടിക്കോളൂ. ഓ, ഇവര് ഇവിടെ എത്തിയോ? ആരാടാ ഇവൻ? അമ്മേ, അവൻ എത്തിക്കഴിഞ്ഞു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഓ, ഡെലിവറി ബോയ്ക്ക് ഇങ്ങനെ ഒരു സ്വീകരണമോ? ആരാണ് നീ? എവിടെന്നാ വന്നിരിക്കുന്നത്? മാജിക്, ഇത് മാജിക് അല്ലേ? മഹാരാജാവേ, ഇത് മാജിക് അല്ല, ഇത് സയൻസ് ആണ്. ഇനിയും 1000 വർഷങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് മനസ്സിലാകും. ഇവിടെ തന്നെ നിൽക്ക്. ഇദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ്. ഇദ്ദേഹം പ്രിൻസ് റോമിക്ക് വേണ്ടി കേക്ക് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. വരൂ സയന്റിസ്റ്റോ, പ്രിൻസിന് വേണ്ടി നമുക്ക് കേക്ക് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രിൻസ് റോമി. ഇതിന്റെ പേരാണ് കേക്ക്. ബോസേ, എനിക്കും കേക്ക് കഴിക്കാൻ തോന്നുന്നു. എടാ, നീ എന്താ അവിടെ പിക്നിക് ആഘോഷിക്കാൻ വന്നതാണോ? എപ്പോ നോക്കിയാലും ഭക്ഷണം ഭക്ഷണം. ടൈഗർ പാന്തർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ സയന്റിസ്റ്റിന്റെ ലാബിൽ ചെന്ന് എല്ലാ വയറും കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. പറ്റെങ്കിൽ കറണ്ട് ഓഫ് ചെയ്തേക്ക്. ഓക്കേ ബോസ്. അതെ, എന്റെ ചെവി പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? ഇതിങ്ങനെ ഊതാനുള്ളതല്ല, തലയ്ക്കുമേത് ഇടാനുള്ള തൊപ്പിയാണത്. കണ്ടോ, ഇപ്പൊ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടെന്ന് അറിയോ? ഓക്കേ പ്രിൻസ്, ഇപ്പൊ കേക്ക് കട്ട് ചെയ്യൂ. അങ്ങനല്ല, ഇത് ഇങ്ങനെ മുറിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. മാഡം മാൻഡോസയുടെ ശ്രദ്ധ മുഴുവനും എന്റെ അടുത്താണ്. ഞാൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. ശിവ, എനിക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയേ മതിയാകൂ. അല്ലെങ്കിൽ ഈ മാഡം മാൻഡോസ അവന്റെ ആളുകളെ വെച്ച് എന്റെ ലാബ് മുഴുവനും നശിപ്പിക്കും. അത് ഉറപ്പാണ്. നീ ഇവരെ എല്ലാവരെയും നല്ല ഫ്രണ്ട്സ് ആക്കിയല്ലോ. ഹലോ സയന്റിസ്റ്റ് സാറേ, എത്ര നാളായി നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട്. ഒന്നും പറയാതെ ഇവിടുന്ന് അങ്ങ് പോയാൽ എങ്ങനെയാ? ഒന്ന് സംസാരിക്കും സാറേ. എടാ ക്രിക്കറ്റ്, ആ സയന്റിസ്റ്റ് എങ്ങോട്ടാ പോയത്? എല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കോളൂ. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് കളിച്ചാലോ? തീർച്ചയായിട്ടും. നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? എടുക്ക്, വയറ് പിടിച്ച് വലിക്ക്. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാ പിന്നെ ഒരു ബാക്കപ്പ് ഉണ്ടാവില്ല. ഇവിടെ ജനറേറ്ററുമുണ്ട്, ബാറ്ററിയുമുണ്ട്. എനിക്ക് കുറച്ചു നേരം ഡാൻസ് കളിക്കണം. വിട്ടേക്ക്. നിന്നെയൊക്കെ എടാ, നമ്മളൊക്കെ ഇവിടെ ഒരു സീരിയസ് മിഷന് വേണ്ടിയാ വന്നിരിക്കുന്നേ. മനസ്സിലായടാ? അതെങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിന്നെയൊക്കെ ഞാൻ ഒന്ന് കുഴിച്ചുപോടും, പറഞ്ഞേക്കാം. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ മെൻഡോസ് കൊടുക്കാൻ പോകുന്നത് ഇഡ്ഡലിയും ദോശയുമാണ്. വാവ്, ശിവയുടെ ആളുകൾ അവർക്ക് കേക്ക് കൊടുത്തു. നമുക്ക് അവർക്ക് ഇഡ്ഡലി ദോശയും കൊടുക്കാം. ഒരു മിനിറ്റ് ബോസേ. ബോസേ, ഇഡ്ഡലി ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതൊക്കെ ഉണ്ടാക്കി തരാന്നേ. ഞാൻ അതിൽ എക്സ്പേർട്ടാ. നിന്നെയൊക്കെ എന്താടാ ചെയ്യേണ്ടത്? ഓ, ഇത് എന്റെ ഡയലോഗാ. മര്യാദക്ക് പഴയതുപോലെ
ഇവിടെ വരൂ. നീ ഇപ്പൊ ചെറുതായില്ലേ, നിനക്കിപ്പോ എന്തോ നാടെ തോന്നുന്നത്? എനിക്ക് എന്താ സംഭവിച്ചേ? വൈദ്യരെ, എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്നെ വിട്, എന്നെ വിട്. എനിക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടത്? നീ എത്ര ഒച്ച വെച്ചാലും ആരും കേൾക്കാൻ പോകുന്നില്ല, ഞാനല്ലാതെ. ഇനി പറയൂ, ആ പ്ലൂനറ്റോറിയം കല്ലുകൾ എവിടെയാണുള്ളത്? അത് തന്നെ നിങ്ങൾ ബോംബ് സ്ഫോടനമൊക്കെ നടത്താറില്ലേ? അതിനെ പറ്റി ഞാൻ ചോദിച്ചത്. അതിനെ ഞങ്ങൾ പ്ലൂനറ്റോറിയം എന്നാണ് പറയാറ്. അത് എവിടെയാണുള്ളത്? ഞാനൊന്നും പറയില്ല. പറയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ ഒരു കൊതുകിനെ ഞെരിക്കുന്ന പോലെ ഞെരിക്കേക്കാം. എന്നിട്ട് ഞാൻ വേറൊരുത്തരോട് ചോദിച്ചോളാം. ശരി, ഞാൻ പറയാം, ഞാൻ പറഞ്ഞേക്കാം. ആദ്യം എന്നെ പഴയ പോലെ ആക്ക്, എന്നിട്ട് ഞാൻ എല്ലാം വിശദമായി പറയാം. എന്നെ ശരിയാക്ക്, എന്നെ ശരിയാക്ക്. പക്ഷേ ഒരു കണ്ടീഷൻ, നീ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണം. ആ, കൂട്ടിക്കൊണ്ടുപോവാം. സത്യമായിട്ടും കൂട്ടിക്കൊണ്ടുപോവാം. നിങ്ങളെ തീർച്ചയായിട്ടും കൂട്ടിക്കൊണ്ടുപോവാം. ഒക്ടോബസ് ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് നിങ്ങൾ ചോദിക്കുന്ന ഈ മലയുള്ളത്. ഇപ്പൊ നീ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നന്നായി ശ്രദ്ധിച്ചോ. നിന്നെ രക്ഷിക്കാൻ ആരും നമ്മളെ ഫോളോ ചെയ്ത് വരാൻ പോകുന്നില്ല. Come on out everyone. എല്ലാവരും പുറത്തേക്ക് വരൂ. ശിവ മഹാരാജാവേ, എല്ലാവരും വരൂ. എന്തുപറ്റി മാൻഡൂസ? മാൻഡൂസ അല്ല, മാഡ് മാൻഡൂസ എന്ന് പറയേ. ഞാൻ എപ്പോഴാണ് മേടാകുന്നത് അപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ജീവിതം ഞാൻ സാഡാക്കും. ഇഡ്ഡലിയും ദോശയും കഴിച്ച്. നിങ്ങൾക്ക് ഇഡ്ഡലി ദോശ ആരാ തന്നത്? എനിക്ക് വെച്ചെന്നിട്ട് വയ്യ. എനിക്കത് കഴിക്കാൻ ആരും തന്നില്ലല്ലോ. എന്താ ഈ പറയുന്നേ? ഞാനിപ്പോ തമാശയൊന്നും പറയാനുള്ള മൂഡിലല്ലടാ ചെറുക്ക. ഞങ്ങള് പ്ലൂനറ്റോറിയം കല്ല് എടുക്കാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ ആരും എന്റെ പുറകെ വരാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഈ ഏർപ്പാട്. ഇന്നാ പിടിച്ചോ. പോലെ ഉണ്ടല്ലോ. അവൻ അവന്റെ അടുത്തുള്ള ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ആ ഗൺ എന്തിന്റെ അടുത്തോടെ വന്നെന്ന് ഇപ്പൊ മനസ്സിലായി. ഇവിടെയുള്ള എല്ലാവരും അത് ഉപയോഗിച്ച് ചെറുതാക്കാൻ പോവാണ്. എല്ലാവരും എന്ത് പറയുന്നു? എങ്ങനെയുണ്ട്? നീ എന്ത് പറയുന്നടാ കുട്ടി? ഇനി നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെടാ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ കത്തുന്ന മണം എവിടുന്നാ വരുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? കത്തിക്കാൻ പറ്റിയ സ്ഥലമാണോടെ അത്? എന്റെ ദൈവമേ, എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് അവനെ അറ്റാക്ക് ചെയ്യണം. എല്ലാവരും ഓടിക്കോ. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. ഇവരെയൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇനി സമയം കളയണ്ട, വേഗം വേഗം ഓട്. മഹാരാജാവേ, ഒക്ടോബസ് ബ്രിഡ്ജിന്റെ അപ്പുറത്തുള്ള മലയിലുള്ള വെടിക്കൽ അവർക്ക് വേണോ അത്രേ? എന്റെ കൂടെ വരാന്ന് പറഞ്ഞത് നീ മറന്നുപോയടാ. വന്ന് കാണിക്കേ. വാടാ, കേറങ്ങോട്ട്. അല്ല, എല്ലാവരും പോയല്ലോ. എന്റെ സ്കൂട്ടറെ ഒന്ന് സ്റ്റാർട്ട് ആവാ. ഞാൻ സന്തോഷായിരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലാതെ തോന്നുന്നത്. ബോസേ, നിൽക്കൂ. അവരൊക്കെ എവിടേക്ക് പോയി? നമുക്ക് അവരെ വേഗം പിടിച്ചേ പറ്റൂ. എന്റെ ശിപ്പായി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അവര് ഒക്ടോബസ് ബ്രിഡ്ജിന്റെ അപ്പുറത്തുള്ള മലയിലേക്കാ പോകുന്നത്. അവർക്ക് അവിടെയുള്ള വെടിക്കല്ലാണ് വേണ്ടത് അത്രേ. ഞാൻ നിങ്ങളെ ഷോർട്ട് കട്ടിലൂടെ കൂട്ടിക്കൊണ്ടുപോകാം. വരൂ, പോകാം. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം.
എല്ലാവർക്കും ഒരേ സമയത്ത് അവരുടെ മുമ്പ് പോകാൻ കഴിയില്ല. മഹാരാജാവേ, നിങ്ങളും ലഡു സിംഗ് സാറും പോയി അവരോട് സംസാരിച്ച് അവരുടെ ശ്രദ്ധ തിരിക്കൂ. അപ്പോഴേക്കും ഞങ്ങൾ ആ ഗണ്ണെടുക്കാം. അതെ, വേണ്ട. അവൻ അല്ലെങ്കിൽ നമ്മളെ ഇത്രയ്ക്കും കുഞ്ഞ് സൈസ് ആക്കിയിരിക്കാണ്. ഇങ്ങോട്ട് നോക്കൂ ലഡു സിംഗ് സാറേ, നമ്മളിപ്പോ ഇങ്ങോട്ട് പോയില്ലെങ്കിൽ നമ്മളെ വലുതാക്കാനുള്ള ഗണ്ണ എങ്ങനെയാ കിട്ടുന്നേ? പറയൂ, വരൂ, നമുക്ക് പോവാം. വേണ്ട, ഞങ്ങളെ തല്ലല്ലേ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, നിക്ക. ഓഹോ, ലഡു സിംഗ് സാറ് കൂടെ മഹാരാജാവും ഉണ്ടല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദൂരം വന്നത്? ഒരുപക്ഷെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ? അതെ, ഒന്നും മതിയാക്ക്. എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വലുതാക്കുന്നേ. ഞാനിപ്പോ ശിവയുടെ ഒപ്പം അല്ലെന്നേ. ഞാൻ ആരെയും പിടിക്കാൻ പോകുന്നില്ല. അതൊക്കെ ശിവയാണ് ചെയ്യാറുള്ളത്. അവനെ പിടിക്ക്. അവനെ വേഗം പോയി പിടിക്കാനല്ലേ പറഞ്ഞ. എന്നെ ഒന്ന് വേഗം വലുതാക്ക്. ഇനി ഞാൻ കള്ളന്മാരെ പിടിക്കുന്ന പണി ചെയ്യില്ല. ഈ സൈസിൽ ഇരുന്നോണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ. മഹാരാജാവേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ. അതെ, എന്നെ ഒന്ന് വിട്ടേക്ക. നിങ്ങക്ക് എന്താണോ വേണ്ടത് അത് ഇവിടുത്തെ ഞാൻ സത്യമാണ് ഈ പറയുന്നത്. എന്റെ കണ്ണിലുള്ള കണ്ണീര് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? ദയവ് ചെയ്ത് എന്നെയും എന്റെ കൂടുതലുള്ള ആളുകളെയും വലുതാക്കി മാറ്റുന്നേ. അതെ ബോസ്, ഒന്ന് വേഗം വേണം. എന്നെ ഒന്ന് വേഗം വലുതാക്കുന്നുണ്ടോ? എനിക്ക് ഈ സൈസിലിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്ന. അങ്ങനെ സംഭവിക്കാൻ പാടില്ലെന്നേ. രക്ഷിക്കൂ. നിങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയാണെന്ന് തോന്നില്ല. അതെ ബോസേ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ തോന്നുന്നത്. ഇപ്പൊ തന്നെ ഇവരെ രണ്ടുപേരെ ഒരു പാഠം പഠിപ്പിച്ചേക്കാം. എന്റെ തോക്കിവിടെ ഇടാ ഗിർക്കട്ടെ. വേഗം നടക്കട്ടെ, വേഗം 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 ചെന്നവരെ പിടിക്കേ. നിങ്ങളെ ഞാനിത് വിടില്ല. വേഗം വലിക്ക്. ഇല്ല, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ? എന്റെ അമ്മ. ഇനി എന്റെ കളി ഞാൻ കാണിച്ചു കൊടുക്കാം. എന്താ ഇവിടെ മുഴുവൻ പുകയാണല്ലോ. ശിവ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനി ഒന്നും ഇവിടെ നടക്കില്ല. അവര് തീർച്ചയായിട്ടും ഓക്ടോബസ് ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ടു പോകൂ. ഞങ്ങൾ വേഗം അവിടേക്ക് പോയേ പറ്റൂ. നിങ്ങളെല്ലാരും എന്റെ പുറകെ വരൂ. അങ്ങോട്ട്. ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെയുള്ള നീരാളികളെല്ലാം നമ്മളെ പിടിച്ച് വലിച്ചെടുക്കും. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ സമുദ്രത്തിലെ പോകും. ഇനി ആർക്കും നമ്മളെ പിന്തുടരാനാവില്ല. ഇതാണ് ഒക്ടോബസ് ബ്രിഡ്ജ്. അവര് തീർച്ചയായിട്ടും ഇതിന്റെ അപ്പുറത്തേക്കായിരിക്കും പോയിരിക്കുന്നത്. നിങ്ങള് വിഷമിക്കണ്ട മഹാരാജാവേ, ഞാൻ അവന്മാരെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ ലഡു സിംഗ് ആരാണെന്നുള്ളത് ഞാൻ അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. ലഡു സിംഗ് സാർ ഒന്ന് നിൽക്കൂ. നോ 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 നോ, എന്നെ ആർക്കും തടയാൻ കഴിയില്ലെന്നേ. അവന്മാര് നമ്മളെ കളിപ്പിക്കാൻ നോക്കിയതല്ലേ. ഞാനൊരു പാഠം പഠിക്കാൻ പോകുന്നുണ്ട്. ഇല്ല,
പിന്നിലേക്ക് നോക്കുന്ന പ്രശ്നമില്ല. ഇനി എപ്പോഴും മുന്നോട്ട് തന്നെയാണ്. അയ്യോ പുറകെ അല്ല, താഴെ. ഒന്ന് താഴോട്ട് നോക്ക്. താഴോട്ട് നോക്കാനാ പറഞ്ഞത്. താഴേക്കോ? എന്താ ആദ്യം പറയാത്തത്? രക്ഷിക്കണേ! ശിവ ശിവ വേണ്ട. ലഡുസിംഗ് സർ, നിങ്ങൾ എവിടെ തന്നെ ഇരിക്കണേ. ഇവിടെ അനങ്ങാൻ പാടില്ല. അതെ ശിവ, അതെ 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 അതെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ പോവാണ്. ടൈഗർ ഫാദർ, നിങ്ങളോട് സയന്റിസ്റ്റിന്റെ ലാബിലെ വയറെല്ലാം കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ അത് ചെയ്യാത്തേ? ഞങ്ങള് ലാബിന്റെ പുറത്ത് തന്നെ മറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ സയന്റിസ്റ്റ് വീണ്ടും തിരിച്ച് അകത്തേക്ക് വന്നു. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? അവനാണെങ്കിൽ കുംഫു എക്സ്പെർട്ടാ. ഈ മേഡ് മെന്റസിനെ കണ്ടിട്ട് നിനക്കൊക്കെ മേഡായിട്ടാണ് തോന്നുന്നത്. ഞാൻ തന്നെ ശരിയാക്കാൻ പറഞ്ഞേക്കാം. ചെല്ല്, ആദ്യം പോയി രണ്ടുപേരും വയർ കട്ട് ചെയ്യാം. ശരി ബോസ്. എന്തിനാണ് ഇത്രയും സ്പീഡ്? എന്റെ അമ്മോ, ഇവന് വട്ടാണെന്നാ തോന്നുന്നത്. പ്ലഗ് അഴിച്ചു മാറ്റാം. അല്ല, എന്താ ഇത്? നെറ്റ് ഡിസ്കണക്ട് ആയല്ലോ. ഇതെങ്ങനെ സംഭവിച്ച? പോയി നോക്കിയേ മതിയാകൂ. അല്ല, ഈ പ്ലഗ് എങ്ങനെ അഴിഞ്ഞു വന്നത്? അല്ല, ഇവിടെ എന്തായി സംഭവിക്കുന്നേ? ആദ്യം ആരാ അടിമേടിക്കാൻ പോകുന്നത്? ബോസാണ് ഞങ്ങളോട് വയറ് കട്ട് ചെയ്യാൻ വേണ്ടി ഓർഡർ തന്നത്. അതുകൊണ്ടാ കട്ട് ചെയ്ത്. ഞങ്ങളെ വിട്ടേക്ക്. പണം ഓടിപ്പോം. ഇല്ലെങ്കിൽ ഇവൻ അടിച്ചതിനെ നമ്മളെ കൊല്ലും.
ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്താ സംഭവിച്ചത്? മാഡ് മാൻഡോസയുടെ ആളുകൾ എന്റെ ലാബിലേക്ക് വന്നു. അവന്മാര് നിന്റെ പ്ലഗ് ഡിസ്കണക്ട് ചെയ്തു. അതുകൊണ്ടാണ് നിനക്ക് മയക്കം സംഭവിച്ചത്. പക്ഷേ ഞാൻ അവരെ ഇവിടുന്ന് ഓടിച്ചു. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം എന്റെ മുത്തശ്ശനെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. അവർ വീണ്ടും തിരികെ വരികയാണെങ്കിൽ അവരെ ഓടിക്കാൻ അദ്ദേഹം സഹായിക്കും. ശരി, ഞാൻ അവരെ വിളിച്ചോളാം. കൂട്ടുകാരെ, ഞാൻ ആ മാഡ് മാൻഡോസിനെ ഫോളോ ചെയ്ത് അവരെ തടയാൻ പോവാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എന്നെ ഫോളോ ചെയ്യൂ. മഹാരാജാവേ, പ്രിൻസ്, നിങ്ങളും ഞങ്ങളെ സഹായിക്കൂ. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു കുഴപ്പവും ഇല്ല ശിവ, ഞങ്ങളുണ്ട് നിനക്ക് തുണയായിട്ട്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്തു തരും. എവിടെയാണ് ആ പ്ലൂനറ്റോറിയം ബൗണ്ടേ? പറയേ. എത്താറായി, ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ മതി. അല്ല ബോസേ, ഇത് തന്നെയാണ് മൗണ്ടൻ. യെസ് യെസ്, നമ്മൾ പ്ലൂനറ്റോറിയം ബൗണ്ടൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കിട്ടി, നമ്മളെ കണ്ടെത്തി, കിട്ടി. നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? ഇനി എനിക്ക് പോവാമോ? ആ ശരി ശരി, നീ വേണമെങ്കിൽ പോയിക്കോ. ഒന്ന് ഇവിടുന്ന് പോയി തരാമോ? വളരെ നന്ദി. അയ്യോ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ട്. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു അത്ഭുതം ഇത്. എനിക്കിതുണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. കൊള്ളാം. എല്ലാവരും വേഗം വരൂ, നമുക്ക് പ്ലൂനറ്റോറിയം കല്ലെടുക്കാം. വേഗം വരൂ. അടിയോടി, എന്നാൽ നമുക്ക് പണി തുടങ്ങിയേക്കാം അല്ലേ? വേഗം വേഗം, നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത്രയും കല്ലുകള് നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എടുത്തു വയ്ക്കണം. ഇനി ഈ ലോകത്തൊരു ശക്തിക്കും എന്നെ തടയാനാവില്ല. കല്ല് കിട്ടി. ബോസേ ബോസേ, ഇതാ കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, വെരി ഗുഡ്. നിങ്ങൾ ആദ്യം ഈ കല്ലൊന്ന് ചെക്ക് ചെയ്തേക്ക്. ഇത് ചിലപ്പോ സാധാരണ കല്ലാണെങ്കിലോ? യു ആർ റൈറ്റ് ഗിരിക്കട്ടിലാൽ. ചെക്ക് ചെയ്ത് നോക്കാം. ഈ കല്ല് എന്താ പൊട്ടിത്തെറിക്കാത്തത്? ചെന്ന് വേറെ കല്ലെടുത്തോണ്ട് വാ. ബോസേ, ഞാൻ കൊണ്ടുവന്നേക്കണ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഓ, ഇത് പൊട്ടുന്നില്ലല്ലോ. വേറെ ഒരെണ്ണം എടുത്തോണ്ട് വാ. ഈ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കേ. ഓ, ഇതാ കല്ലല്ല. ഓ, ഈ കല്ലാണ് നോക്കേ. അല്ല, ഇതുമല്ല. ഇതാണോ? പോടാ. ഓ, നിങ്ങൾക്ക് ആർക്കും ആ കല്ല് ഇതുവരെ എത്തിക്കാനായിട്ടില്ല. കഷ്ടം തന്നെ. വേഗം ചെന്ന് എടുത്തോണ്ട് വാടേ. പോ. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ചെന്ന് കല്ല് എടുത്തോണ്ട് വാടാ. പോടാ. ബോസ് എപ്പോഴും എന്നെ കുറിച്ച് ഒന്നും ആലോചിക്കാറില്ല. എപ്പ നോക്കിയാലും ചീത്ത പറയും. ഒരു പക്ഷേ ഇതായിരിക്കും ആ കല്ല്. അല്ല അല്ല. ഇല്ല ഇല്ല, ഞാനൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല ബോസേ. എന്നെ അടിക്കരുത്. എടാ ഗിരിക്കറ്റിലാലേ വണ്ട, നിന്നെ ഞാൻ എന്തിനാണ് അടിക്കുന്നേ? നീ എന്തിനെങ്ങനെ ഒളിച്ചിരിക്കുന്നേ? വാ. വന്നു ബോസേ. ഇപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്കേ. നീ ഏത് കല്ല എടുത്തെറിഞ്ഞത്? ഏത് കല്ല്? ചുവന്ന കല്ലല്ലേ? വേഗം ആ കല്ല് എടുത്തോണ്ട് വാ. വേഗം. ഇതാ ബോസേ നിങ്ങളെ ചോദിച്ച കല്ല്. ഈ ചുവന്ന കല്ലാണ് പ്ലൂനറ്റോറിയം കല്ല്. വേഗാവട്ടെ, എല്ലാവരും ആ ചുവന്ന കല്ല് ശേഖരിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരൂ. വേഗം. എന്താ ഇവിടെ കൊല്ലുന്നേ? അല്ല ബോസേ, ഭൂകമ്പം വരുന്നത് പോലെ തോന്നുന്നുണ്ടേ. അല്ല, മല എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാ തോന്നുന്നേ. ഇതേ രാക്ഷസൻ തന്നെയാ. ഇവന്റെ സ്റ്റാച്ചു ആയിരുന്നു ഗ്രാമത്തിലുണ്ടായിരുന്നത്. ഞാൻ ഇവനെ ചെറുതാക്കി കീഴടക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം എല്ലാവരെക്കാളും പണക്കാര് നമ്മളാവും. നമുക്കൊരു പാഠം
എന്റെ തോക്കവിടെ. ബോസേ ഇപ്പൊ നമുക്ക് ഇവിടെ ഓടുകയാണ് നല്ലത്. നല്ലത് ഓടിക്കോടാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പണക്കാരാകാന് നമുക്ക് കിട്ടിയ ആ കല്ലുകൾ മാത്രം മതിയടേ. അതെടുത്തോണ്ടൊക്കെ വിട്ടാലോ? ടൈഗർ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കേ. ഒന്ന് പെട്ടെന്ന് റിമോട്ട് ഓൺ ചെയ്യേ. ഹലോ ബോസേ, ഞാൻ റിമോട്ട് മറന്ന് എന്റെ ബാഗിൽ തന്നെ വെച്ചു എന്നാ തോന്നുന്നത്. ഓ ടൈഗറേ, വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമല്ലിത്. വേഗം റിമോട്ട് ഓൺ ചെയ്യേ. അയ്യോ ബോസേ, ഞാൻ റിമോട്ട് എടുത്തില്ല കേട്ടോ. പാനിപ്പൂരി കഴിച്ചിട്ട് പോയാ മതിയോ? ആ സയന്റിസ്റ്റിന്റെ അടുത്ത് അടിയും മേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങ് വന്നേ ഉള്ളൂ. ഭയങ്കര വിശപ്പ്. പാനിപ്പൂരിയാ കയ്യിൽ കിട്ടിയത്. എന്നാ പിന്നെ അതങ്ങ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഓ എല്ലാം തൊലഞ്ഞു. ഇനി നമ്മുടെ ഗതി അതോ ഗതിയാ. കണ്ടില്ല, ശിവ വരെ ഇവിടെ എത്തി. ഇവൻ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുവോന്ന് എനിക്ക് തോന്നുന്നില്ല. പാന്തർ പറയുന്ന കേക്ക്. നമ്മുടെ ലാബിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ കയ്യിൽ അത്രയും സമയമില്ലല്ലോ. എവിടുന്നെങ്കിലും എത്രയും വേഗം ആളുകളെ കൂട്ടിക്കോ. നിങ്ങൾ എല്ലാവരും ആ സയന്റിസ്റ്റിനെ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്യിപ്പിച്ച് ബിസി ആക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വയറ് കട്ട് ചെയ്ത് അയാളുടെ ലാബ് നശിപ്പിച്ചേക്ക്. എന്നാലേ ഇവിടെ പ്രശ്നമില്ലാണ്ടിരിക്കൂ. ആദ്യം ആ ശിവയുടെ ചേറിന്റെ വയറാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിലും ആ ശിവയുടെ ശല്യം ഇവിടെ ഇല്ലാതിരിക്കുമല്ലോ. ചെല്, വേഗം ചെല്. ഇത് അതേ അസുരൻ തന്നെയാണ്. ഇവന്റെ സ്റ്റാച്ചു ആണ് വില്ലേജിലുള്ളത്. ഇവൻ എങ്ങനെയാ എഴുന്നേറ്റത്? ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഹലോ ഹലോ ഹലോ, ഐ ആം യുവർ ഫ്രണ്ട്. വയറ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ടൊന്ന് കേൾക്ക്. അല്ല, ഈ സയന്റിസ്റ്റിന്റെ മുഖം എങ്ങനെയാ മാറിയത്? വന്നാലും ഒരുപാട് രാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാടിക്കേൾപ്പിക്കാം. നിങ്ങൾ സ്തബ്ധരായി പോകും. ഞങ്ങളൊന്നും ഇവിടെ സംഗീത കച്ചേരി കേൾക്കാൻ വന്നതല്ല. വയറ് കട്ടയടാ. ആ വയറിലെങ്ങാനും തൊട്ടാ നിന്റെ കഥ കഴിക്കും ഞാൻ. എന്റെ അമ്മോ, ആ സയന്റിസ്റ്റ് പിന്നെ വന്നല്ലോ. രക്ഷപ്പെട്ടോ, ഓടിക്കോടാ. വരൂ മുത്തശ്ശ, അവരെ ഒരു പാഠം പഠിപ്പിക്കാം. വാടാ, നമ്മുടെ കൂട്ടുകാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി സഹായിച്ചിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാ നല്ലത്. ഭാഗ്യം, ഈ മുത്തശ്ശൻ ഒറ്റയ്ക്കാ ഉള്ളത്. നമുക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. ഇയാൾ എന്തായതോടാ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പോരാടുവാൻ വേണ്ടി ഒരു സഹായം ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് ശിവയുടെ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടു പോന്നത്. ഇപ്പൊ ഇവർ നമ്മളെ എല്ലാവരെയും പാട്ടുപാടി സന്തോഷപ്പെടുത്താൻ പോവാ. അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും കഥ തീർത്തു തരാം. വരൂ കൂട്ടുകാരെ, അടിച്ചവരെ താഴെയിടാൻ നോക്ക്. കാണുന്നത് ആ അസുരൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി അവനെ ശാന്തപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അവര് രണ്ടുപേരും ഫൈറ്റിൽ ബിസിയാണ്. ഇനി ഞാൻ വയറ് കെട്ടിയത് ആർക്ക് തടുക്കാനാവില്ല. വെരി ഗുഡ് ടൈഗർ ഫാദർ, നിങ്ങൾ ശിവയുടെ ചേറിന്റെ വയറ് കട്ട് ചെയ്തിരിക്കുന്നത്. വീണ്ടും വയറ് ഡിസ്കണക്ട് ചെയ്തോ? ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും?
കിട്ടിപ്പോയി, എനിക്ക് കണ്ണ് കിട്ടിപ്പോയി. ഓ, ഈ മണ്ണിന്റെ അടുത്താണ് ഗണ്ണ് കിട്ടിയത്. അല്ലെങ്കിലും ഞാൻ ശരിക്കൊരു ഭാഗ്യവാൻ തന്നെയാ. എന്റെ കയ്യിൽ തോക്കുണ്ട്. എല്ലാവരും ഇപ്പൊ തന്നെ കൈ പൊക്കിക്കോളൂ. അതെ ജയന്റ് ചേട്ടായി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ തന്നെ മര്യാദക്ക് ശിവയെ വിട്ടോളണം. ലഡു സിംഗ് സാറെ സൂക്ഷിച്ച്, നിങ്ങൾ ആ തോക്ക് ഉപയോഗിച്ച് എന്നെ ഷൂട്ട് ചെയ്യല്ലേ? ഇല്ല ശിവ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ ജയന്റിന്റെ മീതെ വെടിവെക്കാൻ പോണ. താങ്ക് യു ലഡു സിംഗ് സാർ. വെൽക്കം ശിവ. എന്താ അതിന് പറ്റിയത്? ഇതെന്താ തോക്ക് പൊട്ടാത്തത്? ഇത് ഓട്ടോമാറ്റിക് അല്ലേ? തോക്ക് കേടായത്. അതെ, ഇതിലത്തെ ഏത് ബട്ടൺ ഞാൻ പ്രസ് ചെയ്യേണ്ടത്? ചെറുതായി നമ്മളെ വലുതായിരിക്കുന്നു. വീണ്ടും ചെറുതായി. ഞങ്ങൾ എന്തിനാണ് ചെറുതാക്കിയത്? നോക്കി ചെയ്തോണ്ടായിരുന്നോ? എനിക്ക് എന്റെ മാമയുടെ അടുത്ത് നിർത്ത. ഇതെന്താ നിർത്താൻ പറ്റാത്തത്? ആരെങ്കിലും ഒന്ന് നിർത്തണേ വേഗം. കണ്ണ് ശരിയായല്ലോ. ഇതെന്താ എവിടെ പോയി എല്ലാരും? ശിവ, ശിവ, നിങ്ങളിത് എവിടെയാ പോയിരിക്കുന്ന? ഇതെന്താ തോക്ക് വീണ്ടും പൊട്ടാൻ തുടങ്ങിയല്ലോ. ഈ തോക്കോട്ട് പൊട്ടിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇതെങ്ങനെ നിർത്തുന്നെന്ന് അറിയുന്നില്ല. എന്താ ചെയ്യാ? അതെ രക്ഷിക്കണേ, ഈ തോക്ക് ആരെങ്കിലും നിർത്താൻ നോക്ക്. ഇപ്പൊ കളി ഞാൻ കാണിച്ചുതരാം. അങ്കിൾ, ഈ തോക്ക് എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നത്? അതെന്റെ അടുത്ത് തരൂ. ഇതെന്റെ തോക്കാണ്. അതിങ്ങ് തരൂ. മര്യാദക്ക് താ. ഇല്ല, തരില്ല. എന്തായി കാണിക്കുന്നത്? എന്നെ നോക്കി ഉന്ന വെക്കല്ലേ. അതെ ശിവ, ഞാൻ വീണ്ടും ചെറുതായി പോയി. എന്റെ ജോലി പോകുന്നാക്കി തോന്നുന്ന. അതെ, ഞാൻ വീണ്ടും വലുതായി. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഞാൻ വീണ്ടും ചെറുതായി പോയി. എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്ന. ഇതെന്താ വീണ്ടും ഞാൻ ചെറുതായി പോയല്ലോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആദ്യം ചെറുതാക്കും, പിന്നെ വലുതാക്കും, പിന്നെ വീണ്ടും വലുതാക്കും, പിന്നെ വീണ്ടും ചെറുതാക്കും. എന്തിനൊന്ന് ചെയ്യേ. ഒന്നുകിൽ വലുതാക്ക്, അല്ലെങ്കിൽ എന്നെ ചെറുതാക്ക്. ഞാൻ നിങ്ങളോട് മിണ്ടാൻ പോകുന്നില്ല. സോറി ലഡു സിംഗ് സാർ. ഇപ്പൊ എങ്ങനെയാ പറ്റിയത്? താങ്ക് യു ശിവ. ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലടാ. തോക്ക് പിടിച്ച് കാണിക്കാം.
ശിവ, ഞാൻ അവന് ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. നമ്മളുടെ ഗ്രാമം ഈ അസുരന്മാരുടെ കയ്യിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. താങ്ക്സ് ഡ്രൈവർ. ഇരിക്കട്ടില്ലേ, ഇവിടുത്തെ രക്ഷപ്പെട്ടല്ലേ നമുക്ക് ഇഡലി ദോശയൊക്കെ തിന്നാൻ പറ്റും. വേഗം വാ. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളോട് ക്ഷമിക്കണേ ശിവ, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ പ്ലീസ്. താഴെ ഇറക്ക് ശിവ. ഹലോ ഹലോ സയന്റിസ്റ്റോ, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്നും തിരികെ വരണം. സയന്റിസ്റ്റ് സാറേ, പോലീസിനോട് പറഞ്ഞ് ഇവരെ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചിടാൻ പറയൂ. ഓക്കേ, ഡോണ്ട് വറി, അവരുടെ ആളുകളൊക്കെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പോലീസിൽ ഏൽപ്പിക്കാന്നേ. വളരെ നല്ല കാര്യം ശിവ, വളരെ വളരെ നല്ല കാര്യം. നീ ശരിക്കും ധൈര്യശാലി തന്നെയാ. മഹാരാജാവ് കഗാസ, പ്രിൻസ് റോമി, ഞങ്ങൾ തിരികെ പോവുകയാണ്. ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്, ഇവിടേക്ക് തിരിച്ചു മാറും വരില്ല. കാരണം ഞങ്ങൾ ആ മിഷൻ ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. വളരെ നല്ല കാര്യം ശിവ, നീ വളരെ നല്ല ധൈര്യമുള്ള ചെറുക്കനാണ്. നീമാരെ കൂട്ടിക്കൊണ്ട് പോക്കോ. നീ പോയിക്കോ, പക്ഷെ നിന്റെ ഓർമ്മകൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ബൈ പ്രിൻസ്, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃബന്ധം ഒരിക്കലും മറക്കില്ല. ഹലോ ഹലോ സയന്റിസ്റ്റ്, ഞങ്ങൾ തിരികെ വരാൻ റെഡിയാണ്. പോയിട്ട് വരൂ ശിവ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ പറഞ്ഞ കുറ്റക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്നു. യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. പ്ലുനോട്ടോറിക്കകത്ത് ഒരുപാട് കറങ്ങി നടന്നല്ലോ. വന്നേ, ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ജയിലിനകത്ത് കറങ്ങി നടക്കാം. അതെ, അവിടെ ഞങ്ങള് വെച്ചിരിക്കുന്ന തന്തൂരി അടുപ്പേ നിങ്ങളെ സ്വാഗതം ചെയ്യും. വന്നേ, നമുക്ക് പോകാം. ഓ, ജയിലിലേക്കായിരുന്നോ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇവനെയൊക്കെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? നാശം. ജയിൽ പുള്ളിയായി, രാജാവായി, കോടീശ്വരനായി, വലിയ പണക്കാരനായി. മതിയടാ, മതിയാക്ക്. ഇനിയെങ്കിലും നീ ഒന്ന് നോർമലാക്, ഒന്ന് മാറി തുലയടാ. വേണ്ട, ഇപ്പൊ നോർമൽ ആയില്ലേ? ശിവ, ഒരുപാട് നന്ദിയുണ്ട്. നീ ഈ ലോകത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഈ മെഷീൻ ഇപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ലഡ്ഡു സിംഗ് സാറേ, അതിനു മുമ്പായി എനിക്ക് വേറൊരു കാര്യം ഡിസ്ട്രോയ് ചെയ്യാനുണ്ട്. അതിന് നിങ്ങളുടെ പെർമിഷൻ ആവശ്യമാണ്. എന്തുകൊണ്ട് ചെയ്തൂടാ? അല്ല, എന്താ ചെയ്യാൻ പോണ്? നമ്മളെ ഇഡ്ലിയുടെ ദോശയുടെ ചമ്മന്തി ആക്കിയല്ലോ ഇയാള്. Watch India's largest kids library only on Jio Hotstar. Download the app now.